KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സ്ത്രീ പുരുഷ സമത്വമെന്ന ആശയം പ്രകൃതി വിരുദ്ധമാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തലശ്ശേരിയെ ശുഭ്രമണിയിച്ച് SSF I ടീം റാലി. ജലീൽ സഖാഫി, അബ്ദുൽ കലാം SSFന്റെ പുതിയ സാരഥികൾ. അന്തർദേശീയ പ്രവാചക ക്യാമ്പയിനായ എലൈവിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ലൈറ്റ് ഓഫ് മദീന പ്രവാചക പ്രകീർത്തന സദസ്സ് നാളെ മലപ്പുറം സ്വലാത്ത് നഗറിൽ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് പരിഹാരം ഇസ്ലാമിക സംസ്കാരം. AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം. മരുന്ന് മൊത്തവിതരണ സംഘടനാ നേതാക്കൾ കണക്കിൽപ്പെടാതെ മരുന്ന് വിൽപ്പന നടത്തിയതായി ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം. രാജ്യത്ത് ഹിന്ദുത്വ ഭീകരത വളർത്താൻ RSSും BJPയും ഭീകര പരിശീലന ക്യാമ്പുകൾ നടത്തുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. തിരുവനന്തപുരത്ത് വിദേശി മലയാളിയുടെ വീട്ടിൽ മോഷണം. 50 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. മരുന്ന് മൊത്തവിതരണ സംഘടനാ നേതാക്കളിൽ ചിലർ കണക്കിൽപ്പെടാതെ മരുന്ന് വിൽപ്പന നടത്തിയതായി ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം കണ്ടെത്തി. ചെറുകിട വ്യാപാരികൾക്ക് മരുന്ന് നൽകുന്നതിൽ നിന്ന് മരുന്നു കമ്പനികളെ വിലക്കിയതായും പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ ഇവർക്കെതിരെയുള്ള നടപടി സമ്മർദ്ദങ്ങളെ തുടർന്ന് മരവിപ്പിച്ചു. AKCDA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ മെഡിക്കൽ സ്റ്റോറുകളിലായിരുന്നു ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം മിന്നൽ പരിശോധന നടത്തിയത്. കണക്കിൽപ്പെടാത്ത മരുന്നുകളും കുറിപ്പടിയില്ലാതെ ലഹരി കലർന്ന മരുന്നുകളും വിൽപ്പന നടത്തിയതായി തെളിഞ്ഞു. തുടർന്ന് മെഡിക്കൽ സ്റ്റോർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങി. എന്നാൽ നടപടികൾ പാതിവഴിയിൽ നിലച്ചു. പരാതി ഉയർന്നപ്പോൾ AKCDA എറണാകുളം ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ചിലരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെങ്കിലും സംസ്ഥാന നേതാക്കൾക്കെതിരെയുള്ള നടപടി മരവിപ്പിച്ചു. മാത്രമല്ല അവരുടെ വാദം കേൾക്കാൻ സമയവും നൽകി. എന്നാൽ കുറ്റം കണ്ടെത്തിയ മറ്റുള്ളവർക്ക് വിശദീകരിക്കാനുള്ള അവസരം നൽകിയതുമില്ല. ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തിന്റെ നടപടിക്കെതിരെ AKCDA നേതൃത്വം ലെറ്റർ പാഡിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിരുന്നു. സംഘടനയുടെ പേര് ഔദ്യോഗികമായി ഉപയോഗിക്കരുതെന്ന കോടതി വിധി ലംഘിച്ചായിരുന്നു മന്ത്രിക്കും ഡ്രഗ്സ് കൺട്രോളർക്കും ലെറ്റർ പാഡിൽ കത്ത് നൽകിയ നടപടി. കൊച്ചിയിൽ വില കുറച്ച് മരുന്ന് വിൽക്കാൻ തയ്യാറായ ചെറുകിട വ്യാപാരികൾക്ക് മരുന്ന് നൽകാതിരിക്കാൻ AKCDA നേതൃത്വം ഇടപെട്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം സ്വീകരിച്ചത്. RSSനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. RSSന്റെയും BJPയുടെയും ക്യാമ്പുകൾ തീവ്രവാദം വളർത്തുകയാണെന്ന് ഷിൻഡെ അഭിപ്രായപ്പെട്ടു. നിരവധി കേസുകളിൽ നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായതാണ്. മക്ക മസ്ജിദ് സ്ഫോടനം, സംജോത എക്സ്പ്രസ് തീപിടുത്തം, മലേഗാവ് സ്ഫോടനം എന്നിവ ഇതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ്. സംഘപരിവാറിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്ഥാപിക്കുകയും സ്ഫോടനം നടത്തുകയും ചെയ്തത്. എന്നിട്ട് ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിൽ കെട്ടിവെക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജയ്പൂരിൽ നടക്കുന്ന AICC ചിന്താശിബിരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. जनता पार्टी हो या RSS के हो, उनके जो ट्रेनिंग कैंप है वो हिंदू टेररिज्म बढ़ाने का काम देख रहे हैं. इस पर भी हमारी बड़ी कड़ी नजर है. ഒരു ഭാഗത്ത് സമാധാനം നിലനിർത്താൻ നാം പാടുപെടുകയാണെന്ന് ഷിൻഡെ പറഞ്ഞു. അതേസമയം ന്യൂനപക്ഷങ്ങളോടുള്ള അനീതിക്കെതിരെയും നുഴഞ്ഞുകയറ്റത്തിനെതിരെയും നാം നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാമിടെയാണ് ഹിന്ദുത്വ ഭീകരതയെ ഉയർത്തിക്കൊണ്ടുവരാൻ RSSും BJPയും പരിശീലന ക്യാമ്പുകൾ നടത്തുന്നുണ്ടെന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഇതേക്കുറിച്ച് ഗൌരവപൂർവ്വം ചിന്തിക്കണമെന്നും അങ്ങേയറ്റം ജാഗ്രത പാലിക്കണമെന്നും ഷിൻഡെ പറഞ്ഞു.
ആഭ്യന്തരമന്ത്രിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നയുടൻ RSS നേരിട്ട് പ്രതികരിച്ചപ്പോൾ മുസ്ലിം നേതാക്കളായ ഷാനവാസ് ഹുസൈനെയും മുഖ്താർ അബ്ബാസ് നഖിയെയും BJP പ്രതിരോധത്തിന് രംഗത്തിറക്കി. ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരമൊരു പ്രസ്താവന നടത്തുകയായിരുന്നെങ്കിൽ പ്രശ്നമില്ലെന്നും, എന്നാൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പറഞ്ഞത് നിരുത്തരവാദപരമാണെന്നും RSS വക്താവ് രാം മാധവ് പറഞ്ഞു. എന്നാൽ വെളിപ്പെടുത്തൽ ദേശീയതലത്തിൽ വൻ ചർച്ചയാവുകയും മാപ്പ് പറയണമെന്ന ആവശ്യവുമായി BJP ഔദ്യോഗികമായി രംഗത്തെത്തുകയും ചെയ്തിട്ടും ആഭ്യന്തരമന്ത്രി ഷിൻഡെ തന്റെ പ്രസ്താവനയിൽ ഉറച്ചുനിന്നു. വെളിപ്പെടുത്തലിൽ വ്യക്തത വരുത്തിയ ഷിൻഡെ താൻ പുതുതായൊന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞതെല്ലാം നിരവധി തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണെന്നും പറഞ്ഞു. इतने बार पेपर में आ गया है, ये कोई नई चीज नहीं है जो मैं आज बताया हूँ. ये सैफरन टेररिज्म की बात मैंने की है, वही की है, इससे दूसरे कुछ नहीं है. ഹിന്ദു ഭീകരത എന്ന വാക്കാണ് ഉപയോഗിച്ചതെങ്കിലും കാവി ഭീകരതയെയാണ് പരാമർശിച്ചതെന്ന് ഷിൻഡെ പറഞ്ഞു. എല്ലാവർക്കും അറിയുമായിരുന്നിട്ടും ആരും പറയാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു കാര്യം തുറന്നു പറഞ്ഞതിന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഷിൻഡെയെ അഭിനന്ദിച്ചു. ഇതൊരു രഹസ്യമല്ലെന്നും ഇക്കാര്യത്തിൽ താൻ 100% ഷിൻഡെയ്ക്കൊപ്പമാണെന്നും അയ്യർ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മുട്ടിടയിൽ വൻ മോഷണം. വിദേശി മലയാളിയുടെ വീട്ടിൽ നിന്ന് കാർ ഉൾപ്പെടെ 50 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊള്ളയടിച്ചു. മുട്ടിട TK ദിവാകരൻ റോഡിലെ വേണുഗോപാലൻ നായരുടെ വീടായ വിഷ്ണു ഭവനാണ് ഇന്നലെ രാത്രി കൊള്ളയടിച്ചത്. 27 ലക്ഷം വിലയുള്ള ആഡംബര കാർ, ലാപ്ടോപ്പ്, 45,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ, വീട്ടിലുണ്ടായിരുന്ന ബന്ധുവിന്റെ മോതിരവും 2,000 രൂപയും അടങ്ങിയ പെട്ടി എന്നിവയാണ് മോഷണം പോയത്. റിമോട്ട് കൺട്രോൾ ഗേറ്റും വീട്ടിൽ സ്ഥാപിച്ചിരുന്ന 6 ക്യാമറകളിൽ 2 എണ്ണവും മോഷ്ടാവ്. മറ്റുള്ള 4 ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്. വേണുഗോപാലൻ നായരും ഭാര്യയും മകളും ബന്ധുവും വീട്ടിലുണ്ടായിരുന്നു. AC മുറികളിൽ കിടന്നതിനാൽ യാതൊരു അനക്കവും കേട്ടില്ലെന്ന് വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. രാവിലെ മകളുടെ പതിവായി വരാറുള്ള മൊബൈൽ ഫോണിലെ വിളി കാണാത്തതുകൊണ്ട് ഫോൺ അന്വേഷിച്ച് കാർപോർച്ചിൽ എത്തിയപ്പോഴാണ് വണ്ടിയും നഷ്ടപ്പെട്ട വിവരമറിയുന്നത്. മുൻവശത്തെ ബുള്ളറ്റ് പ്രൂഫ് ജനലിന്റെ ഗ്ലാസ് നീക്കിമാറ്റിയാണ് കള്ളൻ അകത്തു കയറിയത്. മുട്ടിട ഭാഗത്ത് സ്ഥിരമായി മോഷണം നടക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീ പുരുഷ സമത്വമെന്ന ആശയം പ്രകൃതി വിരുദ്ധമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഭർത്താവിനെയും മക്കളെയും പരിചരിച്ച് വീട്ടിൽ കഴിയേണ്ടവളാണ് ഭാര്യയെന്ന് RSS തലവൻ മോഹൻ ഭഗവതിന്റെ പ്രസ്താവന സ്വീകരിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീയുടെ സാമൂഹ്യ ഇടപെടലുകളുടെ നിയന്ത്രണമാണ് സ്ത്രീ പീഡനങ്ങൾ കുറയാൻ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ EV പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക്. അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്റെ മുഖപത്രത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് RSS തലവനെ ന്യായീകരിച്ച് രംഗത്തെത്തിയത്. മാനഭംഗം പെരുകുന്ന കാലത്ത് പ്രശ്നപരിഹാരത്തിന് ആരുടേതായാലും നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത ജീവിത രീതികളാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് അടിസ്ഥാന കാരണം. സ്ത്രീയും പുരുഷനും രണ്ടാണ്. അതുകൊണ്ടുതന്നെ സ്ത്രീ പുരുഷ സമത്വം എന്നത് പ്രകൃതി വിരുദ്ധമായ ആശയമാണെന്നും കാന്തപുരം പറഞ്ഞു. ഫെമിനിസം എന്നത് പാശ്ചാത്യവൽകൃതമായ ഒരാശയമാണ്. ഫെമിനിസം നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഞങ്ങളോട് വസ്ത്രത്തെക്കുറിച്ച് പറയേണ്ടെന്നും അവരോട് ഞങ്ങളെ ആക്രമിക്കരുതെന്ന് പറയൂ എന്നാണ് ഡൽഹിയിലെ പ്രക്ഷോഭം നടത്തിയ പെൺകുട്ടികൾ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡിലുള്ളത്. ഞങ്ങൾ വീടിന്റെ വാതിലുകൾ തുറന്നിടും, പക്ഷേ മോഷണം തടയണം എന്ന് പറയുന്നത് പോലെയാണിതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പരിഹസിക്കുന്നു. നിയമം മാത്രമല്ല മാറേണ്ടത്, സമീപനമാണ്. അറബ് നാടുകളിലെ സ്ത്രീകൾക്ക് സാമൂഹ്യ ഇടപെടലുകളിൽ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ പീഡനങ്ങൾ കുറവാണ്. അവർക്ക് അവരുടേതായ സാംസ്കാരിക തനിമയുണ്ട്, അത് വിട്ട് കളിക്കില്ല. അതുകൊണ്ട് അവർ ആക്രമിക്കപ്പെടുന്നില്ലെന്നും കാന്തപുരം പറയുന്നു. സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ നാം കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളൊന്നും രോഗത്തിനുള്ള ചികിത്സയല്ലെന്നും കാന്തപുരം പറഞ്ഞു. ഇന്നലെ പുലർച്ചെ മുതൽ പലരുടെയും ഫോണുകൾക്ക് വിശ്രമമില്ലായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഒന്നു മാത്രം. തലകറക്കം വന്നതിനെ തുടർന്ന് MRI സ്കാനിനു വേണ്ടി ബാംഗ്ലൂരു സൗഖ്യ ആശുപത്രിയിൽ നിന്ന് തൊട്ടടുത്തുള്ള മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റിയ അബ്ദുൽ നാസർ മഅദനിയുടെ ആരോഗ്യസ്ഥിതി എന്താണ്? അദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചോ? വിളിക്കുന്നവർ മുഴുവൻ ചോദിച്ചത് ഇത് മാത്രം. നേരം പുലർന്നപ്പോഴേക്കും കഥ മാറി. ഫോൺ വിളികളുടെ എണ്ണം വർദ്ധിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പത്ര ഓഫീസുകളിലും മാധ്യമ പ്രവർത്തകരിൽ ചിലർക്കും മഅദനിയുടെ ആരോഗ്യനില അന്വേഷിച്ച് തുരുതുരാ വിളികൾ വന്നു. ഫോൺ വന്നവരെല്ലാം ബാംഗ്ലൂരുവിലുള്ള പത്ര ഓഫീസുകളിലുള്ളവരോടും പത്രപ്രവർത്തകരോടും വിളിച്ച് സംശയം തീർത്തു. ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന് മറുപടി നൽകിയിട്ടും പലർക്കും വിശ്വാസമായില്ല. ഒന്നുകൂടി ഉറപ്പുവരുത്താനുള്ള ഉപദേശവും കിട്ടി ചിലർക്ക്. കേരളത്തിന് പുറത്ത് കർണാടകയിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഫോൺ വിളികൾ വന്നു. മംഗലാപുരത്തിന് സമീപമുള്ള മണിപ്പാൽ ആശുപത്രിയിലാണോ മഅദനിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നും ചിലർക്ക് സംശയം.
ഒടുവിൽ ഗത്യന്തരമില്ലാതെ ജസ്റ്റിസ് ഫോർ മഅദനി ഫോറം ഭാരവാഹിയും PDP ജനറൽ സെക്രട്ടറിയുമായ മുഹമ്മദ് റജീബ് ചാനൽ ഓഫീസുകളിൽ വിളിച്ച് മഅദനിയുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ലെന്ന് അറിയിച്ചു. ചാനലുകൾ രാവിലെ മുതൽ ആരോഗ്യനില തൃപ്തികരമാണെന്ന വാർത്ത നൽകി തുടങ്ങിയിട്ടും ഇന്നലെ ഉച്ചവരെ ഫോൺ വിളികൾ വന്നുകൊണ്ടിരുന്നു. മഅദനിയുടെ ജീവൻ അപകടത്തിലാണെന്ന രീതിയിൽ ആരോ തിരികൊളുത്തിവിട്ട അഭ്യൂഹമാണ് പരിഭ്രാന്തിക്കും ആകാംക്ഷയ്ക്കും ഇടവരുത്തിയത്. അതേസമയം തലകറക്കത്തെ തുടർന്ന് ശനിയാഴ്ച പുലർച്ചെ ബാംഗ്ലൂരു സൗഖ്യ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് സമീപത്തെ മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റിയ PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ്. തലച്ചോറിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തെ ഇന്നലെ EEG പരിശോധനയ്ക്ക് വിധേയനാക്കി. ഇടയ്ക്കിടെ തലകറക്കമുണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഈ പരിശോധന. ഹൃദയത്തിന്റെ പ്രവർത്തനം തൃപ്തികരമാണോ എന്നറിയാൻ CT സ്കാനിംഗും നടത്തി. കർണാടകയിൽ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗിന് വിധേയനായ മലയാളി വിദ്യാർത്ഥി ചികിത്സയിൽ. കർണാടക തങ്കൂരിലെ സിദ്ധാർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെന്റിലെ 1ാം വർഷ വിദ്യാർത്ഥി വെള്ളമുണ്ട 10ാം മൈലിലെ ന്യൂച്യൻ മുഹമ്മദ് റാഫിയെയാണ് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 20 വയസ്സാണ്. ശനിയാഴ്ചയാണ് സംഭവം. റാഫിയും കൂട്ടുകാരും താമസിക്കുന്ന വാടക വീട്ടിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിനിടയിൽ സീനിയർ വിദ്യാർത്ഥികൾ അതിക്രമിച്ചു കടന്ന് ചോറ് തിളയ്ക്കുന്ന പാത്രത്തിലേക്ക് റാഫിയുടെ തല പിടിച്ചു മുക്കുകയായിരുന്നു. മലയാളി വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു റാഗിംഗ് നടത്തിയത്. കഴുത്തിലും ഇടതു ചെവിയിലും സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. തുടർന്ന് സീനിയർ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തി വയനാട്ടിലേക്കുള്ള ബസ്സിൽ കയറ്റിവിട്ടു. പുറത്തറിയിച്ചാൽ കൊല്ലുമെന്നാണ് ഭീഷണി. 3ാം വർഷ BBM വിദ്യാർത്ഥികളായ ബാലുശ്ശേരി സ്വദേശി അഖിലേഷ്, പേരാമ്പ്ര സ്വദേശി റജിൻലാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പീഡനമെന്ന് റാഫി പറഞ്ഞു. പിതാവ് അഷ്റഫും മാതാവും ഗൾഫിലാണ്. കേരളം അക്രമികളുടെ സ്വന്തം നാടായി മാറുന്നു. കഴിഞ്ഞ 1.5 വർഷ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങളിലും മറ്റു കുറ്റകൃത്യങ്ങളിലും വൻ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നവംബർ വരെയുള്ള 1.5 വർഷ കാലയളവിൽ 15,372 സ്ത്രീപീഡനങ്ങൾ നടന്നതായി സർക്കാർ ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 3,776 പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. ഇതേ കാലയളവിൽ 46 ഗുണ്ട ആക്രമണ കേസുകളും രജിസ്റ്റർ ചെയ്തു. ഈ ആക്രമണങ്ങളിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഏറ്റവുമധികം ആക്രമണങ്ങൾ നടന്നത് തലസ്ഥാന ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 33 ആക്രമണങ്ങളിലായി 5 പേർ മരിച്ചു. എറണാകുളം ജില്ലയിൽ ഒരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിൽ ആനന്ദ്, കണ്ണാടി ഷാജി, രാജേഷ്, പ്രവീൺ, ശ്യാംചന്ദ്രൻ എന്നിവരും എറണാകുളത്ത് സാബുവുമാണ് ഗുണ്ട ആക്രമണത്തിൽ മരിച്ചത്. കൊല്ലം 5, ആലപ്പുഴ 6, തൃശൂർ 1 എന്നിങ്ങനെയാണ് മറ്റ് ഗുണ്ട ആക്രമണങ്ങൾ നടന്നതെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നു. കവർച്ച, ഭവനഭേദനം, കളവ്, പിടിച്ചുപറി ഉൾപ്പെടെ 13,866 മോഷണ കേസുകളാണ് നടന്നത്. റിപ്പോർട്ട് ചെയ്ത 1,234 കവർച്ചാ കേസുകളിൽ 355 പ്രതികളെ ഇനിയും പിടികൂടാനായിട്ടില്ല. 4,581 ഭവനഭേദന കേസുകളിൽ 1,709 പ്രതികൾ പിടിയിലാവാനുണ്ട്. 1,145 പിടിച്ചുപറി കേസുകളും 6,906 കളവ് കേസുകളും രജിസ്റ്റർ ചെയ്തു. ട്രെയിൻ യാത്രക്കാർക്കു നേരെയുള്ള അക്രമങ്ങളിലും സംസ്ഥാനം ഒട്ടും പിന്നിലല്ല. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 120 ട്രെയിൻ യാത്രക്കാർക്കു നേരെ അക്രമം നടന്നതായാണ് ആഭ്യന്തര വകുപ്പിന്റെ കണക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ KK രാഗേഷ് അടക്കം 15 പേരുടെ വിചാരണയ്ക്ക് സ്റ്റേ. ഹൈക്കോടതിയാണ് വിചാരണ സ്റ്റേ ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിച്ചത്. TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ഒളിവിൽ പാർപ്പിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട 15 പേർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സ്റ്റേ ഉത്തരവ്. പ്രതികളെ ഒളിവിൽ പാർപ്പിച്ച കേസ് നിലനിൽക്കുന്നില്ലെന്നും അതിനാൽ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് K രാഗേഷ് നൽകിയ ഹർജി പരിഗണിച്ചാണ് വിധി. തങ്ങൾക്കെതിരായ കുറ്റപത്രം തയ്യാറാക്കിയത് വ്യക്തമായ തെളിവുകളില്ലാതെയാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ടതാണെന്നുമായിരുന്നു രാഗേഷിന്റെ വാദം. കേസിൽ ഹൈക്കോടതി പിന്നീട് വാദം കേൾക്കും. ഡൽഹിയിൽ ഓടുന്ന ബസ്സിനുള്ളിൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി മരിച്ച കേസിന്റെ വിചാരണ ഡൽഹിക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. കേസിലെ പ്രതി മുകേഷ് സിംഗാണ് ഹർജി സമർപ്പിച്ചത്. കേസിൽ അതിവേഗ കോടതിയിലെ വിചാരണ ഇന്ന് തുടങ്ങി. അഡീഷണൽ സെഷൻസ് ജഡ്ജ് യോഗേഷ് ഖന്നയാണ് കേസ് പരിഗണിക്കുന്നത്. കൊലപാതകം, പീഡനം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത്. കേസിലെ പ്രതികളായ 6 പേരിൽ പ്രായപൂർത്തിയായ 5 പേർക്കും വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന വയനാട് സംരക്ഷണ സമിതി നാളെ നടത്താനിരുന്ന ഹർത്താൽ പിൻവലിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനങ്ങളിലും നിയന്ത്രണങ്ങളിലും പ്രതിഷേധിച്ചായിരുന്നു നാളത്തെ ഹർത്താൽ ആഹ്വാനം.
ദേശീയ പാതയോരത്തെ രാത്രികാല പാർക്കിംഗ് നിരോധനം വയനാട് കലക്ടർ പിൻവലിച്ച സാഹചര്യത്തിലും വയനാട് നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വനം മന്ത്രി ഈ മാസം 29-ന് ജില്ലയിൽ എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഹർത്താൽ പിൻവലിച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു. സ്വർണത്തിന്റെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ 6% ഉയർത്തി. 4% നിന്നാണ് കേന്ദ്ര സർക്കാർ 6% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇറക്കുമതി തീരുവ ഉയർത്തിയ നടപടി സ്വർണവില വർധനയ്ക്ക് കാരണമാകും. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് സ്വർണത്തിന്റെ തീരുവ 4% ഉയർത്തിയത്. സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് ധനമന്ത്രി പി ചിദംബരം നേരത്തെ പറഞ്ഞിരുന്നു. ഗൾഫ് വാർത്തകൾ. ICF കുവൈത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീലാദ് കോൺഫറൻസ് 2013 അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനുവരി 24-25 തീയതികളിലായി നടക്കുന്ന പരിപാടികൾക്ക് അബ്ദുൽ ഹക്കീം ദാരിമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രോഗ്രാം കമ്മിറ്റി അന്തിമ രൂപം നൽകി. ജനുവരി 24-ന് കാലത്ത് 8 മണിക്ക് മൻസൂരിയയിലെ ഷെയ്ഖ് റിഫായി ദീവാനിയിൽ വെച്ച് ആരംഭിക്കുന്ന സംഗമം ICF കുവൈത്ത് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമിയുടെ അധ്യക്ഷതയിൽ SSF മുൻ സംസ്ഥാന പ്രസിഡന്റ് KT താഹിർ സഖാഫി മഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രമുഖ പ്രഭാഷകനും പ്രവാചക ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മിയുടെ ഹുബ്ബുന്നബി പ്രഭാഷണം നടക്കും. തുടർന്ന് മൗലിദ് പാരായണം, ബുർദ ആസ്വാദനം, തബറുക്ക് വിതരണം എന്നിവയും നടക്കും. 1500-ലധികം ആളുകൾ സംബന്ധിക്കുന്ന പ്രസ്തുത പരിപാടി കുവൈറ്റിലെ ഏറ്റവും വലിയ മലയാളി ആത്മീയ സംഗമമായിരിക്കും. ജനുവരി 25-ന് അബ്ബാസിയ ടൂറിസ്റ്റ് പാർക്കിൽ പ്രത്യേകം സജ്ജമാക്കുന്ന ടെന്റിൽ മഗ്രിബ് നിസ്കാരത്തോടെ ആരംഭിക്കുന്ന മീലാദ് കോൺഫറൻസിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായിരിക്കും. SYS കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തും. AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മി എന്നിവർക്ക് പുറമെ കുവൈറ്റിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും അറബി പണ്ഡിതന്മാരും സംബന്ധിക്കും. എല്ലാ ഏരിയയിൽ നിന്നും വാഹന സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഏർപ്പാട് ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. യോഗത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ APM സലീം, അഹമ്മദ് K മാണിയൂർ, അബ്ദുള്ള വടകര, CK അബ്ദുൽ നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. റിയാദിൽ ഇന്ന് ആരംഭിക്കുന്ന ദ്വിദിന അറബ് സാമ്പത്തിക സാമൂഹിക വികസന ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. GCC ആഫ്രിക്കൻ മേഖലയിലെ 21 രാജ്യങ്ങളിലെ വിദേശ ധന സാമൂഹിക ക്ഷേമ മന്ത്രിമാർ സംബന്ധിക്കുന്ന 3ാമത് ഉച്ചകോടിയിൽ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസി, ജോർദാനിലെ അബ്ദുള്ള രാജാവ് എന്നിവർ സംബന്ധിക്കും. ഒരുക്കങ്ങൾ വിലയിരുത്താനും ഉച്ചകോടിയുടെ വിഷയങ്ങൾ സംബന്ധിച്ച അവസാന ധാരണ രൂപപ്പെടുത്താനുമായി ശനിയാഴ്ച റിയാദിൽ അറബ് രാജ്യങ്ങളിലെ വിദേശ ധനകാര്യമന്ത്രിമാരുടെ സംയുക്ത യോഗം ചേർന്നു. സൗദി വിദേശകാര്യമന്ത്രി അമീർ സൌദ് അൽ ഫൈസൽ, ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് കാമിൽ അമ്ര, അറബ് ലീഗ് സെക്രട്ടറി ജനറൽ നബീൽ അൽ അറബി എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കഴിഞ്ഞ ഉച്ചകോടിയുടെ ആതിഥേയ രാഷ്ട്രമായ ഈജിപ്തിനു വേണ്ടി വിദേശകാര്യമന്ത്രി മുഹമ്മദ് കാമിൽ അമ്ര ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി സൗദ് വിദേശകാര്യമന്ത്രി സൌദ് അൽ ഫൈസലിന് കൈമാറി. അറബ് മേഖലയിൽ വ്യാപക മാറ്റങ്ങൾക്കും വെല്ലുവിളികൾക്കും സാക്ഷ്യം വഹിച്ച 2 വർഷങ്ങൾക്ക് ശേഷം അരങ്ങേറുന്ന ഉച്ചകോടി എന്ന നിലയിൽ ഇതിന് പ്രാധാന്യമുണ്ടെന്ന് അമീർ സൌദ് അൽ ഫൈസൽ പറഞ്ഞു. ബാങ്ക് മസ്കത്തിന് കീഴിലുള്ള സ്വതന്ത്ര ഇസ്ലാമിക് ബാങ്കായ മീതാക്ക് പ്രവർത്തനം ആരംഭിച്ചു. ബാങ്കിന്റെ പ്രധാന കെട്ടിടം ബോഷർ വിലായത്തിലെ അൽ ഗൂബ്രയിൽ നീതിന്യായ മന്ത്രി ഷെയ്ഖ് അബ്ദുൽ മാലിക് ബിൻ അബ്ദുള്ള അൽ ഖലീലി ഉദ്ഘാടനം ചെയ്തതോടെയാണ് മീതാക്ക് ഇസ്ലാമിക് ബാങ്ക് പ്രവർത്തന സജ്ജമായത്. സ്വതന്ത്രമായ ഇസ്ലാമിക് ബാങ്കിങ്ങിന് ഒമാനിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ മസ്കത്ത് ബാങ്കിനെ അഭിനന്ദിക്കുന്നതായി മന്ത്രി അൽ ഖലീലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇസ്ലാമിക് ബാങ്കുകളുടെ വരവോടെ ഒമാനിലെ ബാങ്കിംഗ് മേഖലയ്ക്ക് പുതിയ മുഖം വരാൻ പോകുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിക് ബാങ്കുകൾ വഴി ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ നൽകാനാവും. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കും പുരോഗതിയിലും മികച്ച സംഭാവനകൾ നൽകാൻ ബാങ്കിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നാടുനഗരവീഥികൾ നിറഞ്ഞു കവിഞ്ഞു, അന്ധകാര ഗോപുരങ്ങൾ ഞെട്ടിവിറച്ചു. നാടുനഗരവീഥികൾ നിറഞ്ഞു കവിഞ്ഞു, അന്ധകാര ഗോപുരങ്ങൾ ഞെട്ടിവിറച്ചു. കാലത്തിനു മായ്ക്കുവാൻ കഴിവില്ലെന്ന് ബോധ്യമായി, കാലത്തിനു മായ്ക്കുവാൻ കഴിവില്ലെന്ന് ബോധ്യമായി, കരുത്തുയർത്തി ഞങ്ങളെത്തി സുന്നിപ്പട വളരലായി. സിന്ദാബാദ് സിന്ദാബാദ് SSF സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്. ധീരരാം യുവാക്കളൊത്ത് ഞങ്ങൾ വരുന്നു,
മൂവർണ്ണക്കൊടിയും കയ്യിലേന്തി വരുന്നു ജനലക്ഷമിന്നിതാ ഒഴുകി വരുന്നിതാ ജനലക്ഷമിന്നിതാ ഒഴുകി വരുന്നിതാ ധർമ്മപട ഒഴുകി വരുന്നിതാ ധർമ്മപട ഒഴുകി വരുന്നിതാ സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ് 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 ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സമരം സംഹാരമല്ല പരിഹാരമാണെന്ന സന്ദേശം വിളംബരം ചെയ്ത് SSF സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് ഉജ്ജ്വല ഐ-ടീം റാലിയോടെ സമാപനം. സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ എറണാകുളത്ത് നടക്കുന്ന 40ാം വാർഷിക സമ്മേളനത്തിന്റെ മുന്നോടിയായി പ്രത്യേകം പരിശീലനം ലഭിച്ച മലബാർ ജില്ലകളിലെ ഐ-ടീം കാഡറ്റുകളാണ് റാലിയിൽ അണിനിരന്നത്. ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്. കേരളം എന്നൊരു ദൈവിക നാട്ടിൽ കേരളം എന്നൊരു ദൈവിക നാട്ടിൽ ബന്ധം തേഞ്ഞ് മുറിയുമ്പോൾ ലഹരി നുറഞ്ഞ് മയങ്ങുമ്പോൾ പെൺവേദനകൾ ഉയരുമ്പോൾ ഗുണ്ടപ്പടകൾ വിലസുമ്പോൾ പ്രത്യേക യൂണിഫോം അണിഞ്ഞ് ത്രിവർണ്ണ പതാകയേന്തിയ സ്റ്റേറ്റ്, ജില്ലാ, സെക്ടർ ഐ-ടീം അംഗങ്ങളുടെ പ്രകടനം തലശ്ശേരിക്ക് നവ്യാനുഭവമായി. രാവിലെ തന്നെ ബസ്, ട്രെയിൻ, മറ്റ് പ്രത്യേക വാഹനങ്ങളിലായി എത്തിയ പ്രവർത്തകർ നഗരത്തിലെ ഇടവഴികളിലും പ്രധാന റോഡുകളിലും മുദ്രാവാക്യം വിളിച്ച് ചെറുസംഘങ്ങളായി നീങ്ങിയത് പ്രത്യേക കാഴ്ചയായി. നെഞ്ചൂക്കുള്ളോരാരുണ്ട് SSF സിന്ദാബാദ് SSF സിന്ദാബാദ് ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്. ക്യാമ്പസ് മുറ്റം വൈകുന്നേരം 4 മണിക്ക് സ്റ്റേഡിയം പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം ലോഗൻസ് റോഡ്, നാരങ്ങാപ്പുറം വഴി പുതിയ സ്റ്റാൻഡിൽ സമാപിച്ചു. റാലിക്ക് സംസ്ഥാന നേതാക്കളായ റസാഖ് സഖാഫി, മുഹമ്മദ് ഫാറൂഖ് നെയ്മി, അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടി, ഉമർ ഓങ്ങല്ലൂർ, M അബ്ദുൽ മജീദ് അരിയല്ലൂർ, അബ്ദുൾ റഷീദ് നരിക്കോട്, MA റഹീം, ബഷീർ എറണാകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് V അബ്ദുൽ ജലീൽ സഖാഫിയുടെ അധ്യക്ഷതയിൽ SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, N അലി അബ്ദുള്ള, സയ്യിദ് തുറാബത്തങ്ങൾ, അബ്ദുൽ ലത്തീഫ് സൈദി, RP ഹുസൈൻ മാസ്റ്റർ, K അബ്ദുൽ കലാം, BPM ഇസ്ഹാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. SSF ത്രിദിന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. V അബ്ദുൽ ജലീൽ സഖാഫി കോഴിക്കോട് പ്രസിഡന്റും, K അബ്ദുൽ കലാം കോഴിക്കോട് സെക്രട്ടറിയും, BPM ഇസ്ഹാഖ് മലപ്പുറം ട്രഷററുമായ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. മറ്റു ഭാരവാഹികൾ NB അബ്ദുൾ റസാഖ് സഖാഫി മലപ്പുറം വൈസ് പ്രസിഡന്റ്, PA മുഹമ്മദ് ഫാറൂഖ് നൈമി കൊല്ലം ഡെപ്യൂട്ടി പ്രസിഡന്റ്, PU അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടി കോഴിക്കോട് അസിസ്റ്റന്റ് പ്രസിഡന്റ്, ഉമർ ഓങ്ങല്ലൂർ പാലക്കാട് ജോയിന്റ് സെക്രട്ടറി, M അബ്ദുൽ മജീദ് മലപ്പുറം ഡെപ്യൂട്ടി സെക്രട്ടറി, അബ്ദുൾ റഷീദ് നരീക്കോട് കണ്ണൂർ അസിസ്റ്റന്റ് സെക്രട്ടറി, KA ബഷീർ എറണാകുളം അസോസിയേറ്റ് സെക്രട്ടറി, KM റഹീം മലപ്പുറം ക്യാമ്പസ് സെക്രട്ടറി എന്നിവരാണ്. താമരശ്ശേരി കാരാടിയിൽ പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലിനെതിരെ കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SSF താമരശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് സുന്നി സെന്റർ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ബാർ വിരുദ്ധ സമരപ്പന്തലിന് സമീപം സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, SSF ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ, സാബിത്ത് അബ്ദുള്ള സഖാഫി വാവാട്, ഷഫീഖ് ബുഖാരി സംബന്ധിക്കും. റാലിയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർ 4 മണിക്ക് മുമ്പായി താമരശ്ശേരി സുന്നി സെന്റർ പരിസരത്ത് എത്തിച്ചേരണമെന്ന് ഡിവിഷൻ സെക്രട്ടറി അറിയിച്ചു. SSF പ്രതിനിധി സമ്മേളനത്തിലെ സമീപന രേഖ സമരോത്സുക ജീവിതത്തിന്റെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുമായി സമൂഹത്തെ സേവിക്കുമെന്നും വിദ്യാഭ്യാസ രംഗത്തെ അപമാനവീകരണ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും തലശ്ശേരിയിൽ സമാപിച്ച SSF സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിലെ സമീപന രേഖ ചൂണ്ടിക്കാട്ടി.
വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രകൃതിയുടെ വിഭവങ്ങളും പണമുള്ളവർക്ക് സമർപ്പിക്കുന്ന മുതലാളിത്ത ഉദാരീകരണ നയങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും പ്രതികരിക്കും. ആരോഗ്യരംഗത്തെ തീവട്ടിക്കൊള്ളക്കെതിരെയും വിദ്യാഭ്യാസ കച്ചവടത്തിനും പ്രകൃതി ചൂഷണത്തിനുമെതിരെയും സമരജ്വാല തീർക്കും. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യവും സംസ്കൃതിയും നശിപ്പിക്കുന്ന മതനവീകരണവാദികളോടുള്ള ആദർശ സമരം ഉജ്ജ്വലമായി തുടരും. മതമെന്നാൽ ജിന്നും പിശാചുമാണെന്ന് പ്രചരിപ്പിക്കും വിധത്തിലുള്ള മതനവീകരണ പ്രസ്ഥാനങ്ങളുടെ അല്പത്തരങ്ങളെ പൊതുസമൂഹത്തിൽ അനാവരണം ചെയ്യും. മതത്തിന്റെ പേരിൽ തീവ്രവാദവും വർഗീയതയും വളർത്തുന്ന സാമൂഹിക ദ്രോഹികൾക്കെതിരെ ശക്തമായി നിലകൊള്ളും. പ്രവാചകാധ്യാപനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിന്റെ സ്നേഹഭാവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തും. ക്യാമ്പസുകളിൽ നിന്ന് ചില അപായ സൂചനകൾ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അരാഷ്ട്രീയം താലോലിക്കപ്പെടുന്ന ക്യാമ്പസുകൾ ചോക്ലേറ്റ് പയ്യന്മാരെയാണ് കൃഷി ചെയ്യുന്നത്. ഇത്തരം ക്യാമ്പസുകൾ ആധുനിക തലമുറയുടെ പരാജയമാണ്. ഇത് തിരുത്താൻ ക്രിയാത്മകമായ പരിപാടികൾ ക്യാമ്പസുകളിൽ നടപ്പാക്കാനാകുമെന്നും സമീപനരേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു. അന്തർദേശീയ പ്രവാചക ക്യാമ്പയിനായ എലൈവിന് കീഴിൽ ഹയ്യും ഫി ഖുലൂബിന സംഘടിപ്പിക്കുന്ന പ്രഥമ പരിപാടിയായ ലൈറ്റ് ഓഫ് മദീന പ്രവാചക പ്രകീർത്തന സദസ്സ് നാളെ മലപ്പുറം സ്വലാത്ത് നഗറിൽ നടക്കും. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10ഓളം നൈറ്റ് ട്രിപ്പുകൾ അവതരിപ്പിക്കുന്ന പ്രവാചക പ്രകീർത്തന സന്ധ്യയാണ് ലൈറ്റ് ഓഫ് മദീനയിലെ മുഖ്യ ഇനം. മദ്ഹ്ഗാന ആലാപനം, ബുർദ പാരായണം, നഅ്ത് ഷരീഫ്, ഹുബ്ബ് റസൂൽ പ്രഭാഷണം എന്നിവ നടക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രൊഫസർ മുഹമ്മദ് നൂറുൽ ഹസൻ ഓസ്ട്രേലിയ നിർവഹിക്കും. മഅദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്തും. റമളാൻ ബറക്കാത്തി മുംബൈ, ഷഹീർ ഖാൻ റിസ്വി ഹൈദരാബാദ്, ഹനീഫ് റസാ ഖാദിരി ബീജാപൂർ, മൊയ്നുദ്ദീൻ ബാംഗ്ലൂരു, അഹമ്മദ് നബീൽ ബാംഗ്ലൂരു, ഷുക്കൂർ ഇർഫാനി ചെമ്പരിക്ക, അജ്മൽ തൃശൂർ, സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് നസീബ് നിലമ്പൂർ, സംസ്ഥാന സാഹിത്യോത്സവ ജേതാവ് നഈം വീട്ടി, അഫ്സൽ കണ്ണൂർ, സിറാജുൽ അൻവർ പള്ളിക്കൽ ബസാർ എന്നീ പ്രതിഭകൾ മാറ്റുരക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. മടവൂർ CM സെന്ററിൽ മഹ്ഫിലെ റബീ 2013 നാളെ തുടക്കമാകും. മൗലിദ്, സന്ദേശ റാലി, പാരന്റ്സ് മീറ്റ്, ബുർദ മജ്ലിസ്, ഹുബ്ബുൻ നബി പ്രഭാഷണം, വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ എന്നിവ നടക്കും. പ്രമുഖർ നേതൃത്വം നൽകും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുന്ന സാഹചര്യത്തിൽ ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ പ്രസക്തി ഏറുകയാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു. പ്രകൃതിയുടെ താൽപര്യത്തിന് വിരുദ്ധമായ സ്ത്രീ പുരുഷ സമത്വവാദവും സ്ത്രീയുടെ പൊതുപ്രവേശവും ആഭാസകരമായ വസ്ത്രധാരണ രീതികളും അവരുടെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്നു എന്നതാണ് അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇതിന് പരിഹാരം ഇസ്ലാമിക സംസ്കാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നരിക്കുനി ബൈത്തുലിസ ജനറൽ ബോഡി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയ്യിദ് അബ്ദുസബൂർ ബാഹസൻ അവേലം അധ്യക്ഷനായിരുന്നു. പ്രവാചക തിരുമേനിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ പ്രവാചക പ്രകീർത്തനത്തിന്റെ ഈരടികളുമായി മുസ്ലിം പള്ളികളും മദ്രസകളും ഭവനങ്ങളും സജീവമായി. നബിദിനത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണ് നാടും നഗരങ്ങളും. സന്ധ്യ കഴിഞ്ഞാൽ പള്ളികളിലും മദ്രസകളിലും മുസ്ലിം കേന്ദ്രങ്ങളിലും മൗലിദിന്റെ ഈരടികൾ ഈണത്തിൽ ഉരുവിടുകയായി. മധുര പലഹാരങ്ങളും പായസ വിതരണവും ഇതോടനുബന്ധിച്ചുണ്ടാകും. വ്യാഴാഴ്ചയാണ് ഇക്കുറി നബിദിനം. സംസ്ഥാനത്ത് 24-ന് തന്നെ പൊതു അവധി പ്രഖ്യാപിച്ചത് ആളുകൾക്ക് അനുഗ്രഹീതമായിരിക്കുകയാണ്. വെള്ളിയാഴ്ചയായിരുന്നു നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. നബിദിനത്തോടനുബന്ധിച്ച് ഘോഷയാത്ര, മൗലിദ് പാരായണം, അന്നദാനം, കലാപരിപാടികൾ, വിവിധ സേവന പ്രവർത്തനങ്ങൾ, അവാർഡ് വിതരണം, ആദരിക്കൽ ചടങ്ങുകളും നടക്കും. പ്രവാചകരുടെ ജന്മസമയമായ പുലർച്ചെ പള്ളികൾ കേന്ദ്രീകരിച്ച് മൗലിദ് പാരായണവും നടക്കും. സുന്നി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം 24-ന് മാങ്കാവിൽ സിറ്റി നബിദിന റാലി സംഘടിപ്പിക്കാൻ വിവിധ സുന്നി സംഘടനാ നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. മൂരിയാട് സുന്നി ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി സുന്നി വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ VM കോയ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും.
അബ്ദുറഹ്മാൻ സഖാഫി പുതുപ്പറമ്പ്, AP അബ്ദുള്ള മുസ്ലിയാർ, KT മുഹമ്മദ് ബഷീർ അഹ്സനി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകും. റാലിയുടെ സമാപനത്തോടനുബന്ധിച്ച് ഹുബ്ബുറസൂൽ സമ്മേളനത്തിൽ സയ്യിദ് മുർത്തള തങ്ങൾ തിരൂർക്കാട് മുഖ്യ പ്രഭാഷണം നടത്തും. യോഗത്തിൽ അബ്ദുറഹ്മാൻ കാമിൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹാമിദ് തങ്ങൾ, നൌഫൽ കിണാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പെരുവയൽ കല്ലേരി ICC CM സെന്ററിൽ നടക്കുന്ന നബിദിന ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ KP മുഹമ്മദ് സഖാഫി അധ്യക്ഷത വഹിക്കും. PT അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഹനീഫ മുസ്ലിയാർ പുത്തനത്താണി മുഖ്യ പ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച വരെ നീളുന്ന പരിപാടിയിൽ CK മുഹമ്മദ് ബാക്കവി തലപ്പെരുമണ്ണ, മഷ്ഹൂഖ് അഹ്സനി ചെർപ്പളശ്ശേരി പ്രഭാഷണം നടത്തും. കൈപ്പുറം മദീന മഖ്ദൂമിൽ സ്വാദിഖ് അഹ്സനിയുടെ പ്രതിവാര ഫാമിലി ക്ലാസ് നാളെ നടക്കും. ഇന്ത്യൻ സമയം 2:15 ആരംഭിക്കുന്ന ക്ലാസ് തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീ പുരുഷ സമത്വമെന്ന ആശയം പ്രകൃതി വിരുദ്ധമാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തലശ്ശേരിയെ ശുഭ്രമണിയിച്ച് SSF I ടീം റാലി. ജലീൽ സഖാഫി, അബ്ദുൽ കലാം SSFന്റെ പുതിയ സാരഥികൾ. അന്തർദേശീയ പ്രവാചക ക്യാമ്പയിനായ എലൈവിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ലൈറ്റ് ഓഫ് മദീന പ്രവാചക പ്രകീർത്തന സദസ്സ് നാളെ മലപ്പുറം സ്വലാത്ത് നഗറിൽ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് പരിഹാരം ഇസ്ലാമിക സംസ്കാരം. AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം. മരുന്ന് മൊത്തവിതരണ സംഘടനാ നേതാക്കൾ കണക്കിൽപ്പെടാതെ മരുന്ന് വിൽപ്പന നടത്തിയതായി ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം. രാജ്യത്ത് ഹിന്ദുത്വ ഭീകരത വളർത്താൻ RSSും BJPയും ഭീകര പരിശീലന ക്യാമ്പുകൾ നടത്തുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. തിരുവനന്തപുരത്ത് വിദേശി മലയാളിയുടെ വീട്ടിൽ മോഷണം. 50 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlineclass.com, www.sunnionlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.